മൈസൂർ പോകാത്ത കണ്ണൂർക്കാർ കുറവായിരിക്കും. കാരണം ചെറുപ്പം തൊട്ട് നാട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ടൂർ വെക്കുന്ന ലൊക്കേഷൻ മൈസൂരാണിപ്പോൾ. ഇനിയിപ്പോൾ എല്ലാവരും മൈസൂരിലൊക്കെ ആയിരിക്കും. സെപ്റ്റംബർ 22 മുതൽ 2 തീയതി വരെ ദസറ ഫെസ്റ്റിവൽ നടക്കുന്നതല്ലേ. മൈസൂരിൽ വന്നിട്ട് പാലസ് കാണാതെ പോയാൽ വല്ലാത്ത നഷ്ടമല്ലേ. കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും കണ്ടു കീഞ്ഞിറങ്ങി. മൈസൂർ വരുന്നവർക്ക് നല്ലൊരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തിയാലും മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാലസിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ടിഫിൻ സെൻറ്റർ വരുന്നത്. എനിക്ക് എവിടെ പോയാലും ഒരു ചായ മസ്റ്റാണ്. അങ്ങനെ ഒരു ചായ പറഞ്ഞു. അങ്ങനെ ചായക്ക് വേണ്ടത്ര മധുരമില്ലാത്തതുകൊണ്ട് തന്നെ അവരെനിക്ക് ഷുഗർ കൊണ്ടുത്തന്നു. എനിക്ക് വേണ്ടത്ര ഇട്ടോ പറഞ്ഞിട്ട് അങ്ങനെ ചൂട് ചായ ഇങ്ങനെ ഊതി കുടിക്കുന്ന പ്രത്യേക രസം തന്നെയല്ലേ. അങ്ങനെ നമ്മളെ മസാല ദോശ എത്തിയിട്ടുണ്ട്. മസാല ദോശയും ഒരു ചായയും എന്താ കോമ്പിനേഷൻ അല്ലേ. ഈ കാണുന്ന പോലെ തന്നെ ഫുഡും എനിക്ക് ഭയങ്കര ടോപ്പായി തോന്നി. നല്ല രസമുണ്ടായി കഴിക്കുന്നു. നല്ല മൊരിഞ്ഞ മസാല ദോശയും ഈ ചട്നി നല്ല കോമ്പിനേഷൻ ആയിനിപ്പം. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം കൂടി നല്ല ഹൈജീൻ ഉണ്ടായിനിപ്പം. പിന്നെ വേറെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതൊരു വെജ് റെസ്റ്റോറൻറ്റും കൂടിയാണ്. മൈസൂർ വരുന്നവർക്ക് വെജ് റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് സ്പോട്ടും കൂടിയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 900 മീറ്റർ മാറിയിട്ടാണ്. ഷോപ്പിൻ്റെ പേര് വരുന്നത് മധൂർ ടിഫിൻസ് എന്നാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് വേറെ ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഐറ്റമായ കേരള സ്പെഷ്യൽ പൊറോട്ട വിത്ത് മഷ്റൂം കറിയാണ്. ഞാൻ ആദ്യമായിട്ട് ആ പൊറോട്ടേൻ്റെ അപ്പുറം മഷ്റൂം എല്ലാം കഴിക്കുന്നത്. അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ റെസ്റ്റോറൻറ്റും കൂടിയാണിത്. കേരള സ്പെഷ്യൽ പൊറോട്ട വിത്ത് മഷ്റൂം ഗീ റോസ്റ്റിന് വരുന്നത് 100 റുപ്പീസാണ്. മസാല ദോശയ്ക്ക് വരുന്നത് 85 റുപ്പീസാണ്. ടീക്ക് വരുന്നത് 20 റുപ്പീസാണ്. ഞാൻ കഴിച്ച ഫുഡെല്ലാം എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടോ. അങ്ങനെ കഴിച്ചതിന് ബില്ലും കൊടുത്ത് ഒരു കുപ്പിയും വെള്ളവും വാങ്ങി നേരെ സ്റ്റേഷനിലേക്ക്. അങ്ങനെ അടുത്ത ട്രെയിൻ വരുന്നു, കയറുന്നു, പോകുന്നു. ഇനി ഹൈദരാബാദിലേക്ക്. ഇനി അടുത്ത സ്ക്രീനിൽ കാണുന്നവരെ ബായ്.